അപ്പോൾ വെൽക്കം ബാക്ക് ടു മോർണിംഗ് വാക്ക്. വെൽക്കം ബാക്ക് ടു APJ അബ്ദുൽ കലാം വാക്ക് വേ ഇൻ മറൈൻ ഡ്രൈവ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇവിടെ ഒരുപാട് ആൾ നടക്കാൻ വരുന്നുണ്ട്. ഇവിടെ കുറേ അധികം കേന്ദ്ര CMFRI ഒക്കെയുള്ള സ്ഥാപനങ്ങൾ, കേന്ദ്ര സ്ഥാപനങ്ങൾക്കുള്ള സ്ഥലമാണ്. നടക്കാൻ വരുന്നവരിൽ കൂടുതൽ പേർ ഹിന്ദിക്കാരാണോ എന്നൊരു സംശയമുണ്ട്. അല്ലേ, ഒരു സംസാരിക്കുന്നത് കൂടുതൽ ഹിന്ദിക്കാരാണോ? മനസ്സിലാവും. പോട്ടെ, ഓക്കെ. അപ്പോൾ അത് പോട്ടെ. അപ്പോൾ നമ്മൾ അടുത്തൊരു വാർത്തയിലേക്ക് തിരുവനന്തപുരത്ത് പോകാം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ OP ടിക്കറ്റിന് ഫീസ് ഈടാക്കുന്നതിൽ ഇന്ന് തീരുമാനമുണ്ടാകുമെന്ന് അറിയാൻ കഴിയുന്നു. ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് തീരുമാനമെടുക്കേണ്ടത്. അതെ, വിശദാംശങ്ങളുമായി അഖിൽ ഷാ അൻസാറാണ് ചേരുന്നത്. അഖിൽ ഷാ, വെരി വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും പാവങ്ങളിൽ പാവങ്ങളാണല്ലോ അവിടെ വരുന്നത്. 20 രൂപ OP ടിക്കറ്റിന് ചാർജ് ചെയ്യാനുള്ള ഒരു തീരുമാനം ഇന്ന് കളക്ടറുടെ നേതൃത്വത്തിൽ യോഗത്തിൽ എന്ത് തീരുമാനം ഉണ്ടാകാനാണ് സാധ്യത? ആർക്ക് അനുകൂലമായ തീരുമാനമായിരിക്കും? ക്രിസ്റ്റീന, ഹാഷ്മി, നമുക്കറിയുന്നത് പോലെ തന്നെ വർഷങ്ങളായി ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിലൊരു നീക്കം മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. 20 രൂപ OP ടിക്കറ്റ് നിശ്ചയിക്കാനാണ് ഇവർ തീരുമാനിച്ച ഇന്നത്തെ യോഗവുമായി ബന്ധപ്പെട്ട അജണ്ടയിൽ പറയുന്നത്. എന്തായാലും ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ഇന്നത്തെ യോഗത്തിന് ശേഷമാകും ഇതുമായി ബന്ധപ്പെട്ടൊരു അന്തിമ തീരുമാനം ഉണ്ടാവുക. നമുക്കറിയുന്നത് പോലെ തന്നെ ഈ ജില്ലയിലെ മറ്റ് ആശുപത്രികൾ, അതായത് ജനറൽ ആശുപത്രികളടക്കം OP ടിക്കറ്റിന് ഒരു ഫീസുണ്ട്. മെഡിക്കൽ കോളേജിൽ ഇതുവരെ അത് ഈടാക്കിയിരുന്നില്ല. എന്നാൽ 20 രൂപ ഈടാക്കണം എന്നുള്ള ആലോചന നിലവിൽ നടത്തി വരുന്നുണ്ട്. ഇന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള യോഗം ചേരും. കളക്ടർ ഉൾപ്പെടെ അടക്കം ചേരുന്ന ആ യോഗത്തിൽ ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്തിമ തീരുമാനം ഉണ്ടാവുക. എന്തായാലും ഈ പാലക്കാട് തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ അത് ഏത് തരത്തിൽ ഈ വിഷയത്തെ കാണും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇന്ന് ഈ 20 രൂപയെ നിശ്ചയിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നുള്ള കാര്യവും എടുത്തു പറയേണ്ടതുണ്ട്. അതുകൂടി ഒരു കൃത്യമായ ഒരു ആലോചന കൂടി നടത്തിയതിനു ശേഷമാകും ഈ 20 രൂപയായി ഈ OP ടിക്കറ്റ് ഫീസ് അത് നൽകണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാവുക. ഓക്കെ, OP ടിക്കറ്റിന് പൈസ ഈടാക്കണമെന്നുള്ളതാണ് ചർച്ച. ഇപ്പൊ OP ടിക്കറ്റിന് പൈസ ഇല്ല, അല്ലെ? OP ടിക്കറ്റിന് അത് ഒന്നുമില്ലായ്മ 20 രൂപ എന്നൊക്കെ ഒറ്റയടിക്ക് ഏർപ്പാട് ആക്കുക എന്ന് പറയുന്നത് 20 രൂപ വലിയ തുകയായ മനുഷ്യർക്ക് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഇനി ഫീസ് ഈടാക്കുകയാണെങ്കിൽ തന്നെ അത് 20 രൂപയിലേക്ക് ഒറ്റയടിക്ക് വേണോ എന്ന കാര്യമൊക്കെ ആലോചിക്കട്ടെ, അല്ലേ? എന്തായാലും ഈ ചെല്ലുന്ന സാധാരണക്കാരായ ആൾക്കാർക്ക് നീതി ഉണ്ടാവണം എന്നുള്ളതാണ് അതിനകത്തെ ഒരു. നമുക്ക് കോഴിക്കോട് വരെ ഒന്ന് പോകണ്ടേ? അവിടെ സംസ്ഥാനത്ത് ചില റേഷൻ വ്യാപാരികൾ ഇന്ന് സമരത്തിലാണ്. സെപ്റ്റംബർ ഒക്ടോബർ മാസത്തെ വേതന കുടിശ്ശിക കിട്ടിയില്ല. ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഉന്നയിച്ചിട്ടാണ് അവർ ഇത് സമരം നടത്തുന്നത്. സെപ്റ്റംബർ ഒക്ടോബർ മാസത്തെ വേതന കുടിശ്ശിക ഉടൻ നൽകണം എന്നടക്കം ആവശ്യപ്പെടുകയാണ് അവർ. ദീർഘനാളായി ഈ പറയുന്ന മേഖല അസ്വാരസ്യങ്ങളുണ്ട്. അത് ഈ കുടിശ്ശിക ബന്ധപ്പെട്ട് തന്നെയാണ്. ഏറ്റവും ഒടുവിൽ അവർ സമരത്തിലേക്ക് പോവുകയാണ്. സമീർ സി മുഹമ്മദ്. ഓക്കെ, സമീർ സി മുഹമ്മദാണ് ആ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത്. സമീർ, എത്രത്തോളം റേഷൻ വ്യാപാരികളുടെ സമരം ആ മേഖലയിലെ പൊതുവിതരണത്തെ ബാധിക്കും? എന്താണ് അവരുടെ കൃത്യമായ ആവശ്യം? സമീർ. ഗുഡ് മോർണിംഗ് ഹാഷ്മി, ക്രിസ്റ്റീന. തീർച്ചയായും അത് സാരമായി തന്നെ ബാധിക്കും. പ്രത്യേകിച്ചും ഒരു വലിയ വിഭാഗം തന്നെയാണ് ഇന്നത്തെ ഈ സൂചനാ സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. റേഷൻ കോർഡിനേഷൻ കമ്മിറ്റിയാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇന്ന് ഒരു സൂചനാ സമരം മാത്രമാണ്. അവർ വിവിധ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ സൂചനാ സമരം നടത്തുന്നത്, കടകൾ അടച്ചുകൊണ്ട് ഈ സമരം നടത്തുന്നത്. പ്രധാനമായും അവരുടെ 2 മാസത്തെ ശമ്പളം അവർക്ക് ലഭ്യമായിട്ടില്ല. സെപ്റ്റംബർ ഒക്ടോബർ മാസത്തെ ശമ്പളം അതിപ്പോഴും കുടിശ്ശികയായി നിലനിൽക്കുന്നു. അത് നൽകണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ കോവിഡ് കാലത്ത് കിറ്റുകൾ വിതരണം ചെയ്തതിന് അവർക്ക് കമ്മീഷൻ പ്രഖ്യാപിച്ചിരുന്നു. അത് ഇതുവരെ പൂർണ്ണമായും ലഭ്യമായിട്ടില്ല. അത് ലഭ്യമാക്കണം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ഓണം ഉൾപ്പെടെയുള്ള ഉത്സവ സീസണുകളിൽ ഉത്സവ ഭത്ത പ്രഖ്യാപിച്ചിരുന്നു. അതും പൂർണ്ണമായും ലഭ്യമായിട്ടില്ല. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ പൂർണ്ണമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് റേഷൻ കോർഡിനേഷൻ കമ്മിറ്റി ഇന്ന് ഈ കടകൾ അടച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായിട്ടുള്ള സൂചനാ സമരം നടത്തുന്നത്. ഇന്ന് 11 മണിയോടുകൂടെ താലൂക്ക് സപ്ലൈ ഓഫീസുകൾക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ പ്രകടനവും അവർ നടത്തുന്നുണ്ട്. ഈ സംഭവങ്ങൾക്കൊപ്പം തന്നെ മറ്റൊരു വിഭാഗം, അതായത് കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ഉണ്ട്. അവർ ഈ സമരത്തിൽ നിന്ന് പിന്നിട്ട് മാറി നിൽക്കുകയാണ്. ഈ സമരം കൊണ്ട് കാര്യമില്ല എന്നുള്ള നിലപാടാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. സർക്കാരുമായി സംസാരിക്കുകയും അതിന് പരിഹാരം കാണുകയാണ് വേണ്ടത്. കടകൾ അടച്ചുകൊണ്ടുള്ള സമരത്തിന് തങ്ങളില്ല എന്നുള്ള നിലപാടുമായി അവർ മുന്നോട്ട് പോകുന്നു. അതേസമയം തന്നെ റേഷൻ കോർഡിനേഷൻ കമ്മിറ്റി ഇതൊരു സൂചനാ സമരമായി കാണുന്നു. അപ്പോൾ തന്നെ ഈ വിഷയങ്ങൾക്കൊന്നും തന്നെ പരിഹാരം ഉണ്ടാകുന്നില്ല എങ്കിൽ സമരം വ്യാപിപ്പിക്കും. കടകൾ അടച്ചുകൊണ്ട്, റേഷൻ കടകൾ അടച്ചുകൊണ്ട് സമരം വ്യാപിക്കും. ഒപ്പം തന്നെ അത് അനിശ്ചിതകാലത്തേക്ക് നീട്ടും എന്നുള്ള കാര്യം കൂടി അവർ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള ഈ സൂചനാ സമരമാണ് എങ്കിൽ കൂടി അത് സംസ്ഥാനത്തെ റേഷൻ കടകളെ സാരമായി അത് ബാധിക്കും, വിതരണത്തെ അത് ബാധിക്കുമെന്നതിൽ സംശയമില്ല. ക്രിസ്റ്റീന, ഹാഷ്മി. ശരി.
സി മുഹമ്മദാണ് വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേർന്നത്. അപ്പോൾ റേഷൻ കടയിലെ ആ ഒരു വിതരണം മുടങ്ങുന്നത് സാധാരണക്കാരെ ബാധിക്കാതിരിക്കട്ടെ. അപ്പോൾ മംഗളവനത്തിൽ ഇറങ്ങാനായിട്ട് വന്ന ഒരു ചേച്ചി വഴി തെറ്റി നമ്മളെ അതെ നമ്മുടെ ഹാഷ്മിയെ താങ്ക് യു. ഞാൻ ഓട്ടോയ്ക്ക് വന്ന് നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് തിരിച്ചു നടന്നു പോകും. ലാലി രാജീവ്. ചേച്ചി എവിടെ ജോലി ചെയ്യുന്നത്? ഞാൻ ഇപ്പൊ ഇല്ല, അമൃത ഹോസ്പിറ്റലിൽ ചേച്ചി രാവിലെ മംഗളവരത്തോട് നടക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. അപ്പോഴാണ് നമ്മളെ കണ്ടത്. ടി വിയിൽ 6 മണിക്ക് വെച്ചപ്പം മറൈൻ ഡ്രൈവിൽ, അപ്പൊ ഇങ്ങോട്ട് ഓട്ടോയിൽ വന്നു. അപ്പോ ചേച്ചിയും കുടുംബവും മൊത്തം 24 കാണുന്നവരാണ്. അപ്പൊ സന്തോഷം, വളരെ സന്തോഷം. വീണ്ടും കാണുക. ചേച്ചിയുടെ കൂടെ ഓടിയോ ഒന്ന് വന്നിട്ട് രാഷ്ട്രീയ ബോധമുള്ള ഒരു കുട്ടിയാണെന്ന് തോന്നുന്നു. രാവിലെ ഉണ്ട്. അതിപ്പോ പറയാ ഷാഫിക്ക് വെച്ചായിരുന്നു. ഇപ്പൊ ഒരു സംശയത്തിലൊക്കെയാണ് രാഹുൽ മാങ്കുട്ടൻ ജയിക്കാനാണ് സാധ്യത. കമ്മ്യൂണിസ്റ്റുകാരനാണ്. പക്ഷെ അവിടെ ജയിക്കുക കോൺഗ്രസ് ജയിക്കും. ആരാന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അല്ലേ? സന്തോഷം ചേച്ചി, സന്തോഷം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു രണ്ടുപേർക്കും. താങ്ക് യു. പ്രിയപ്പെട്ട പ്രേക്ഷകരേതാ ഇവിടെ APJ അബ്ദുൽ കലാം മാർഗിന്റെ ഇവിടെ ഒരു തൂണ്, ഒരു നല്ല രസമുള്ള ശില്പങ്ങൾ കൊത്തിവെച്ചൊരു തൂൺ കാണുന്നുണ്ട്. എന്തൊക്കെയോ കിളികളിലൊക്കെയാണ് അല്ലേ? നമ്മുടെ ഗ്രഹങ്ങളാണ് ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ, ബുധൻ, ശുക്രൻ. ഞാൻ എന്റെ കോൺസെൻട്രേഷൻ ഇവിടെയാ. യുറാനസ് ഉണ്ട്, പൂക്കളുണ്ട്, കിളികളുണ്ട്. അവിടെ കിളി അതൊക്കെ എന്താണ് എന്തൊക്കെയോ സംഭവങ്ങളാണ് കേട്ടോ, വൻ സംഭവങ്ങളുണ്ട്. അതാ അവിടെ പായ്ക്കപ്പലുണ്ട്, പായ്ക്കപ്പലുകളിൽ മീനുണ്ട്. അപ്പൊ ഈ പറയുന്ന കൊച്ചിയൊക്കെ പ്രതിദാനം ചെയ്യുന്ന പലവിധ എന്താണ് ചിത്രങ്ങളാൽ അല്ലെങ്കിൽ ശില്പങ്ങളാൽ മനോഹരമാക്കിയിരിക്കുന്ന പായ്ക്കപ്പലിന്റെ മുകളിൽ അത് കഥയിൽ ചോദ്യമില്ല. അപ്പൊ നമ്മളോട് ശബരിമല വാർത്തകളിലേക്ക് പോകണമെന്ന് പറയുന്നുണ്ട്. ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. ഇന്നും ശബരിമലയിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ തീർത്ഥാടകരുടെ തിരക്കാണ്. ഇന്നലെ മാത്രം എത്ര പേരാണ്? 73,000 പേർ ശബരിമലയിൽ ദർശനം നടത്തി. വെർച്വൽ ക്യൂ വഴി അല്ലാതെ എത്തുന്ന ഭക്തർക്ക് 3 കേന്ദ്രങ്ങളിൽ സ്പോട്ട് ബുക്കിംഗ് സൗകര്യവും ലഭ്യമാണ്. പ്രതീക്ഷ ഉണ്ട് ശബരിമലയിൽ നിന്ന്. പ്രതീക്ഷ, വെരി ഗുഡ് മോർണിംഗ്. ശബരിമലയിൽ നിന്നുള്ള വിശേഷങ്ങൾ. ഒരുപാട് ആൾക്കാർ ഓരോ ദിവസം കൂടുമ്പോഴും കൂടുതൽ ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഗുഡ് മോർണിംഗ് ഹാഷ്മി ആൻഡ് ക്രിസ്റ്റീന. സൂചിപ്പിച്ചതുപോലെ തന്നെ ശബരിമലയിൽ ഓരോ ദിവസം കഴിയുന്തോറും തീർത്ഥാടകരുടെ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്നും രാവിലെ മുതൽ തന്നെ തീർത്ഥാടകരുടെ പ്രവാഹം തന്നെയാണ് ശബരിമല സന്നിധാനത്തേക്ക് ഉള്ളത്. ഇന്നലെ ഏകദേശം 73,000-ഓളം തീർത്ഥാടകരാണ് ഇന്നലെ മാത്രം ശബരിമലയിൽ ദർശനം നടത്തിയത്. സ്പോട്ട് ബുക്കിംഗ് ഉൾപ്പെടെയുള്ള കണക്കാണ് 73,000. ഇന്നും സമാനമായ രീതിയിൽ തീർത്ഥാടകരുടെ തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെടുമെന്നതാണ് ഈ പോലീസിന്റെ തന്നെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കാരണം 70,000-ഓളം തീർത്ഥാടകർ ഇതിനോടകം തന്നെ വെർച്വൽ ക്യൂ വഴി ശബരിമല ദർശനത്തിന് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ സ്പോട്ട് ബുക്കിംഗ് വഴിയും കാനനപാതകൾ വഴിയും കൂടുതൽ തീർത്ഥാടകർ ശബരിമലയിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ ഇത്രത്തോളം തിരക്ക് ശബരിമലയിൽ ഉണ്ടായിട്ടും ഈ ആളുകൾക്ക് അല്ലെങ്കിൽ തീർത്ഥാടകർക്ക് ഒരുപാട് സമയം കാത്തു നിൽക്കാതെ തന്നെ ദർശനം നടത്താൻ കഴിയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുള്ള ക്രമീകരണങ്ങൾ പോലീസിന്റെയും ദേവസ്വം ബോർഡിന്റെയും ഭാഗത്ത് നിന്ന് നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തീർത്ഥാടകർക്കിടയിൽ തന്നെ വലിയ അല്ലെങ്കിൽ മികച്ച അഭിപ്രായമാണ് ഇത്തരത്തിൽ പുതിയ ക്രമീകരണങ്ങൾക്കുള്ളത്. കൂടുതൽ തീർത്ഥാടകരെ വളരെ പെട്ടെന്ന് തന്നെ ദർശനത്തിനായി കടത്തിവിടാൻ പോലീസിനും ദേവസ്വം ബോർഡ് ജീവനക്കാർക്കും കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ കൂടുതൽ ആളുകൾ 18-ാം പടി ചവിട്ടി അയ്യപ്പ ദർശനം നടത്താൻ കഴിയുന്നുണ്ട്. ഇന്നും സ്പോട്ട് ബുക്കിംഗ് കൂടുതൽ ആളുകൾ ഉപയോഗിക്കുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. 10,000 പേർക്ക് സ്പോട്ട് ബുക്കിംഗ് വഴി രജിസ്റ്റർ ചെയ്യാമെങ്കിലും നിലവിൽ ഈ ശബരിമല നട തുറന്നത് മുതൽ തന്നെ 5,000-ൽ താഴെ ആളുകൾ മാത്രമാണ് സ്പോട്ട് ബുക്കിംഗ് ആശ്രയിച്ചിട്ടുള്ളത്. കാരണം 70,000-ഓളം തീർത്ഥാടകർ വെർച്വൽ ക്യൂ വഴി ശബരിമല ദർശനത്തിന് എത്തുന്നുണ്ടെങ്കിൽ കൂടിയും അതിൽ ഒരു 5,000-ഓളം തീർത്ഥാടകർ പലപ്പോഴും വരാറില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായൊരു കണക്ക് അല്ലെങ്കിൽ 75,000-ഓളം തീർത്ഥാടകർ പ്രതിദിനം നിലവിൽ ശബരിമലയിൽ ദർശനം നടത്തുന്നുണ്ട്. ഓരോ ദിവസം കഴിയുന്തോറും ഈ തീർത്ഥാടകരുടെ എണ്ണം കൂടി വരുന്നു എന്നതാണ് നമുക്ക് കണക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നത്. കാനനപാതകൾ കൂടി സജീവമായതോടുകൂടി തന്നെ പുല്ലുമേട് വഴിയും എരുമേലി വഴിയും കൂടുതൽ തീർത്ഥാടകർ ശബരിമലയിലേക്ക് എത്തുന്നുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിലും കൂടുതൽ തിരക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഹാഷ്മി, ക്രിസ്റ്റീന. പ്രതീക്ഷയാണ് അവിടെ തിരക്ക് നിയന്ത്രിക്കാൻ വലിയ ശ്രമങ്ങൾ നടക്കുകയാണ്.
ഇന്നലെ കുട്ടിക്കലാശത്തിനോട് തിരക്കുന്നതിന് പോലീസിന്റെ ഒരു തീവ്ര ശ്രമങ്ങൾ നമ്മൾ കാണുന്നത്. ഇടയ്ക്കിടെ കുറ്റം അറിയുമെങ്കിലും പോലീസിന്റെ ശ്രമം ഇന്നലെ കണ്ടു. ഈ ബോർഡ് ഉണ്ടായിരുന്നു കൊച്ചി സിറ്റി പോലീസിന്റെ ഒരു സ്ഥലമാണിത്. 8 പോസ്റ്റ്. അതെ. അപ്പൊ കൊച്ചി സിറ്റി പോലീസ് 8 പോസ്റ്റിൽ നിന്ന് പോലീസിന് ആദരമർപ്പിച്ച് ബ്രേക്ക്. വെരി 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 ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് വാക്ക്. ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. നമുക്കൊരു സന്ദേശ ശശാങ്കൻ പറയുന്നുണ്ട്, എല്ലാ ദിവസവും വെളുപ്പിനെ പുറകോട്ട് നടക്കേണ്ടി വരുന്നത് 24 ക്യാമറ. നമ്മുടെ രാഹുൽ VS ഉണ്ട്, നമ്മുടെ ക്യാമറ മാത്രമല്ല മൊത്തത്തിൽ സന്തോഷ് ഉണ്ട്, നിതിൻ അംബുജനുണ്ട്, നമ്മുടെ സുഭാഷ് ഉണ്ട്, ഡയസ് ഉണ്ട്. ഇവരെല്ലാം കൂടി ചേർന്നൊരു കൂട്ട പൊരിച്ചിലാണ് ഇവിടെ. ഒരു സംഘം പിന്നോട്ട് നടന്നുകൊണ്ടിരിക്കുക, ബാക്കി നടന്നുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ നേരെ വയനാടേക്ക് ഒന്ന് പോവുകയാണ് കേട്ടോ. ചുരം കയറി എത്തുമ്പോൾ അവിടെ സമരം ഹർത്താൽ കുറച്ച് കിടക്കുന്നുണ്ട്, വാഹനങ്ങൾ തടയുന്നുണ്ട്. ഹർത്താലുമായി സഹകരിക്കണം, ഇന്ന് വാഹനം ഓടിക്കരുതെന്ന് UDF അഭ്യർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഹർത്താൽ കുറച്ച് സീരിയസ് ആയി വയനാട്ടിൽ മുന്നോട്ടേക്ക് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നു. സുർജിത്ത്, വാഹനം തടയില്ല എന്നൊക്കെ നേരത്തെ അറിയിച്ചിരുന്നു. സ്വമേധയാ വാഹനങ്ങൾ ഒതുക്കണം, സ്വമേധയാ കടകൾ അടയ്ക്കണം എന്നൊക്കെയായിരുന്നു ആദ്യത്തെ പ്രഖ്യാപനം. പക്ഷേ ഹർത്താൽ കുറച്ച് സീരിയസ് ആവുകയാണോ വയനാട്? തീർച്ചയായും ഹാഷ്മി, ക്രിസ്റ്റീന, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ലക്കിടി കവാടത്തിലാണ്. ലക്കിടി കവാടത്തിൽ UDF പ്രവർത്തകർ പൂർണ്ണമായും വാഹനങ്ങൾ തടഞ്ഞിടുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിപ്പോൾ താഴെ ചുരം വളവ് വരെ താഴേക്കും ഇങ്ങനെ വാഹനങ്ങൾ ഇങ്ങനെ തടഞ്ഞിട്ട ഒരു അവസ്ഥയാണുള്ളത്. പല വാഹനങ്ങളും ഇങ്ങനെ കുടുങ്ങി കിടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം, അതായത് T സിദ്ദിഖ് വാർത്താസമ്മേളനം വിളിച്ചിരുന്നു. ഈ ഹർത്താലുമായി ബന്ധപ്പെട്ട് സഹകരിക്കണം എന്നുള്ള ആവശ്യമാണ് UDF ഉന്നയിച്ചിരുന്നത്. അതായത് ഏതു വിധേനയും ഈ ഹർത്താൽ ഇത് തടയും, കാരണം ഇത് ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന വിധത്തിലേക്ക് ഈ ഹർത്താലിനെ മാറ്റണം എന്നുൾപ്പെടെയുള്ള ആവശ്യമാണ് UDF ഉന്നയിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പ്രതിഷേധം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പോലീസ് എത്തിയിട്ടുണ്ട്. ഈ വലിയ നീണ്ട നിരയാണ്, ഇപ്പോൾ വാഹനങ്ങളുടെ നീണ്ട നിരയാണ് ഈ രാവിലെ തന്നെ കാണുന്നത്. എന്തായാലും പ്രതിഷേധം കനത്ത രീതിയിൽ തന്നെ തുടരുന്ന ഒരു പശ്ചാത്തലമാണ് ഇവിടെയുള്ളത്. പക്ഷേ LDF പ്രവർത്തകർ ഇവിടെ ഇല്ല, UDF പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് തടയുന്നത്. എന്താണ് അവർ ഉന്നയിക്കുന്ന ഡിമാൻഡ് എന്നുള്ളത് നമുക്ക് ചോദിക്കാം. നീണ്ട വാഹനങ്ങളുടെ നിര നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം ഇവിടെ കുറേ യാത്രക്കാർ, രാവിലെ ഇറങ്ങിയ യാത്രക്കാരെല്ലാം തന്നെ ഇങ്ങനെ ക്യൂവിൽ കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. മാത്രമല്ല പല KSRTC ബസ്സുകളും സമാനമായ രീതിയിൽ തന്നെ കുടുങ്ങി കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. എന്താണ് നിങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നത്? ഞങ്ങള് വയനാട്ടിലെ ജനങ്ങളുടെ ജീവനെ കൊണ്ടാണ് കേന്ദ്ര ഭരണം കളിയാടുന്നത്. വയനാട്ടിലെ ജനങ്ങൾ മരിച്ചു വീണ ഏറ്റവും വലിയ, വയനാട് കണ്ടതിൽ, കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമുണ്ടായിട്ട് ആ ദുരന്തത്തിന് പാവപ്പെട്ട ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ, അവരെ സ്വത്ത് സംരക്ഷിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് നൽകേണ്ട ഒരു വിധത്തിലുള്ള ആനുകൂല്യം നൽകില്ല എന്ന് മാത്രമല്ല, ഈ ദുരന്ത മേഖലയെ ഒരു തരത്തിലും പരിഗണിച്ചുകൊണ്ട് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു നടപടികളും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തില്ലാത്തതിന്റെ ഭാഗമായാണ് ഇന്ന് ഈ സമരം ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 6 മണി വരെയാണ് ഈ സമരം. കൃത്യമായി വയനാടിന്റെ എല്ലാ ജനങ്ങളും ഇതിനകത്ത് ഭാഗവാക്കുകളാണ്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആൾക്കാരുണ്ട്, UDFന്റെ ആൾക്കാരുണ്ട്, BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഒഴികെ വയനാട്ടിലെ ജനങ്ങളെ പരിപൂർണമായും ഈ സമരത്തിൽ പങ്കാളികളായിട്ടുണ്ട്. കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റ്, നമുക്കറിയാം, നരേന്ദ്രമോദി വയനാട്ടിൽ വന്നിട്ട് വയനാട്ടിൻ്റെ അകത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമാണെന്ന് അദ്ദേഹം പറയുകയും നിങ്ങളുടെ കൂടെ എല്ലാ അർത്ഥത്തിൽ സഹായിക്കുമെന്ന് പറഞ്ഞ് കൃത്യമായി ഒരു ജനതയെ പറ്റിച്ച പ്രധാനമന്ത്രിയാണ്. ആ പ്രധാനമന്ത്രിക്കെതിരെയുള്ള സമരമാണ് ഈ സമരം. വരാൻ പോകുന്ന നാളുകളിൽ അതിശക്തമായി തന്നെ വയനാടൻ ജനത ഏറ്റെടുക്കും. അതിന്റെ ഭാഗമായിട്ടാണ്, പ്രതിഷേധ സൂചകമായിട്ടാണ് ഇന്ന് വയനാടിന്റെ കവാടത്തിൽ ഞങ്ങളിത് തടഞ്ഞിരിക്കുന്നത്. ഒരു യാത്രക്കാരനെയും ബോധപൂർവം ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ല. പക്ഷെ ഈ നാട്ടിൽ, പിറന്ന നാട്ടിൽ ജീവിക്കാൻ പറ്റാതെ ഇപ്പോഴും ഞങ്ങളെ സഹോദരങ്ങൾ, നൂറുകണക്കിന് സഹോദരങ്ങൾ മണ്ണിന്റെ അടിയിൽ കിടക്കുകയാണ്. അവരുടെ അവശിഷ്ടങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. ആ കുടുംബങ്ങളെ ചേർത്ത് പിടിക്കേണ്ട ഒരു കേന്ദ്ര ഭരണം നമ്മളോട് കാണിക്കുന്ന ധിക്കാര സമീപനത്തിനെതിരെയാണ് ഈ സമരം. എന്തായാലും അതാണ് ഈ സമരം എന്നുള്ളതാണ് ഇവർ പറയുന്ന കാര്യം. ഈ വാഹനങ്ങളുടെ നീണ്ട നിരയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഈ മേഖല എന്ന് പറയുന്നത് ചുരത്തിന്റെ വളവാണ്. നേരെ കവാടം, ലക്കിടി കവാടം എന്ന് പറയുന്നത് ചുരത്തിന്റെ വളവാണ്. ആ ചുരത്തിന്റെ കവാടം മുതൽ അങ്ങ് വാഹനങ്ങൾ നീണ്ട നിര തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. എന്തായാലും പ്രതിഷേധം ഇവിടെ തുടരുന്ന ഒരു പശ്ചാത്തലമുണ്ട്.
ഇവിടെ പോലീസുമായി ഈ സമരക്കാർ പോലീസുമായി സംസാരിക്കുന്നുണ്ട്. നിരവധി വാഹനങ്ങൾ, സ്വകാര്യ ബസ്സുകൾ, അതോടൊപ്പം തന്നെ KSRTC ബസ്സുകൾ, മറ്റ് അവശ്യ സർവീസുകൾ, മറ്റ് വാഹനങ്ങളെല്ലാം തന്നെ ഇവിടെ തടഞ്ഞ് ഇട്ടിരിക്കുകയാണ് UDFന്റെ പ്രവർത്തകർ. പക്ഷേ LDFന്റെ പ്രവർത്തകർ ഇവിടേക്ക് എത്തിയിട്ടില്ല. LDFന്റെ പ്രവർത്തകർ അങ്ങനെ വാഹനങ്ങൾ തടയുന്നുമില്ല. പക്ഷേ UDFന്റെ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് വാഹനങ്ങൾ തടഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധം അത് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ആ വാഹനങ്ങൾ നിരത്തിലിറക്കാൻ അനുവദിക്കുകയില്ല. ഒപ്പം തന്നെ കടകമ്പോളങ്ങൾ അടഞ്ഞു കിടക്കണം എന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ UDF ആദ്യഘട്ടത്തിൽ ഈ ഹർത്താൽ പ്രഖ്യാപിച്ച ഘട്ടത്തിൽ തന്നെ വാർത്താ സമ്മേളനം നടക്കുമ്പോൾ തന്നെ വ്യക്തമാക്കിയതാണ്. എന്തായാലും പ്രതിഷേധം തുടരുന്ന ഒരു പശ്ചാത്തലം ആണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. UDFന്റെ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം തുടരുന്നത്. അവർ പോലീസുമായി സംസാരിക്കുന്നുണ്ട്, വിശദമായി പോലീസുമായി അവർ സംസാരിക്കുന്നുണ്ട്. പൂർണ്ണമായും ഈ സ്വകാര്യ വാഹനങ്ങളടക്കം ഈ നിരത്തിൽ കുടുങ്ങിയ നിലയിലാണ് ഇവിടെയുള്ളത്. എന്തായാലും ഈ ഹർത്താലിൽ വലിയ അളവിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് വഴിമാറുന്ന ഒരു സ്ഥിതി അത് രാവിലെ തന്നെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ലക്കിടി കവാടത്തിൽ കാണാൻ കഴിയുന്നത്. ലക്കിടി കവാടം എന്ന് പറയുന്നത് വയനാട്ടിലേക്ക് കടക്കാവുന്ന താമരശ്ശേരി ചുരത്തിൻ്റെ എൻട്രി പോയിന്റാണ്. ആ എൻട്രി പോയിന്റിലാണ് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇവിടെ നിന്ന് വിടുന്നുമുണ്ട്. മറ്റ് സ്വകാര്യ വാഹനങ്ങൾ, ഇരുചക്ര വാഹനങ്ങൾ അടക്കം തടഞ്ഞിടുന്ന ഒരവസ്ഥയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും അതോടൊപ്പം തന്നെ മറ്റ് സംഘടനാ പ്രവർത്തകരും, UDFന്റെ മറ്റ് വിവിധ സംഘടനാ പ്രവർത്തകരും എല്ലാം തന്നെ ഇവിടെയുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ഇങ്ങനെ ഈ വിധത്തിലുള്ള ഒരു പ്രതിഷേധ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ചില വാഹനങ്ങൾ വയനാട്ടിലാണ് ലക്കിടിയിൽ വാഹനങ്ങൾ തടയുന്നത്. അവർ പറയുന്നുണ്ട് ഇത് യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കാനല്ല, ഞങ്ങളുടെ പ്രശ്നം അതീവ ഗുരുതരമാണ്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഇപ്പോഴും മണ്ണിനടിയിൽ കിടക്കുന്ന അവസ്ഥയുണ്ട്, അപ്പോൾ കേന്ദ്രം സഹായിക്കുന്നില്ല എന്ന് അവർ പറയുന്നു. 100% ശരിയാണ്. 115 ദിവസം 115-ാം നാളും ഏതെങ്കിലും തരത്തിലുള്ള വയനാടിനുള്ള ഒരു സഹായ പദ്ധതി, 10 പൈസയുടെ സഹായ പദ്ധതിയെക്കുറിച്ച് കേന്ദ്രം മിണ്ടുന്നില്ല. അതിലവർക്ക് വലിയ പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധത്തിലാണ് ഇന്ന് LDF UDF ഹർത്താൽ, തികച്ചും ന്യായമായ ഒരാവശ്യത്തിനു വേണ്ടിയുള്ള ഹർത്താൽ എന്ന് തന്നെ പറയുകയും ചെയ്യാം. കൃഷ്ണ, അതെ ഹാഷ്മി, നമ്മളോടൊപ്പം നടക്കുന്നവരുണ്ട്, നമ്മളോട് സന്ദേശങ്ങൾ പറയുന്നവരുണ്ട്, ഒരുപാട് സന്ദേശങ്ങൾ വരുന്നുണ്ട്. മനോജ് വർഗീസ്, നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ ആൽഫ, അതേപോലെ തന്നെ സജീവ ശ്രീരാജ്, സൗമ്യ ഷിബു, ആശാവി, ട്രൂത്ത്, മുഹമ്മദ് അനു, KJ തോമസ്, അവരൊക്കെ മെസ്സേജ് വരുന്നുണ്ട്, മെസ്സേജ് കാണുന്നുണ്ട്. ഹാഷ്മിയുടെ ഷർട്ടിന് എന്തായാലും വളരെ ഇവിടെ ഒരു മരത്തിൽ നിൽക്കുകയാണ്. ഈ മരം ഇതൊരു പേര് വായിച്ചു പോലെ. അതാണ് ഇവിടെ ഒരുപാട് പേര്, ഹർഷ്, ആർഷ, മരത്തിൽ മൊത്തം ലച്ചു, റിച്ച എന്നൊക്കെ പറഞ്ഞും ഈ മരത്തിൽ മൊത്തം പേര് കൊത്തി വെച്ചിരിക്കുകയാണ്. പേരുമരം, ഇതാണ് മറൈൻ ഡ്രൈവിലെ പേരുമരം. വെൽക്കം ബായ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. നേരത്തെ സന്തോഷ് സെൽവത്തിനൊപ്പം ഒരു മണികണ്ഠനെ കസ്റ്റഡിയിൽ എടുത്തായിരുന്നു. ആ മണികണ്ഠൻ എന്തായാലും ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നു, അല്ല കസ്റ്റഡി എടുത്ത് പോലീസ് വിട്ടയച്ചു എന്നുള്ളതാണ്. മോഷണങ്ങൾക്ക് അയാൾക്ക് പങ്കുണ്ടെന്ന് തെളിവില്ല എന്ന് പറയാണ് പോലീസ് പറയുന്നത്. പിടിയിലായ പ്രതി സന്തോഷ് സെൽവത്തിന്റെ ബന്ധു കൂടിയാണ് മണികണ്ഠൻ. അപ്പൊ മണികണ്ഠൻ കുറുവയല്ല മനീഷ്. ഹാഷ്മി, മണികണ്ഠൻ പൂർണ്ണമായും കുറുവ സംഘത്തിൽപ്പെട്ട ആളല്ല എന്ന് പറയാൻ സാധിക്കില്ല. നിലവിൽ ഇപ്പോൾ നടത്തിയിട്ടുള്ള മോഷണങ്ങളിൽ, ഈ സീസണിൽ നടത്തിയ മോഷണങ്ങൾ പങ്കില്ലെന്ന് മാത്രമാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഇയാൾ ഈ മോഷണങ്ങളിൽ ബാഹ്യമായ എന്തെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കും. പക്ഷേ നമുക്ക് പുറത്തുവിടാൻ കഴിയാത്ത ചില കാര്യങ്ങൾ, ഇയാളെ ഇപ്പോൾ കസ്റ്റഡിയിൽ നിന്നും പുറത്തേക്ക് വിടുമ്പോൾ മറ്റെന്തെങ്കിലും ഉദ്ദേശം പോലീസിനുണ്ടാകും. അതെന്താണെങ്കിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പുറത്തുവിടാൻ സാധിക്കില്ല. മരട് പോലീസ് ഇന്നലെ രാത്രിയിലാണ് മണികണ്ഠനെ കൈമാറിയിട്ടുള്ളത്. അതിനുശേഷം എപ്പോൾ വിളിച്ചാലും അറിയിച്ചാലും മരട് പോലീസ് സ്റ്റേഷനിൽ എത്തണം, ഹാജരാകണമെന്ന നിർദ്ദേശത്തെ തുടർന്നാണ് മണികണ്ഠനെ വിട്ടയച്ചിട്ടുള്ളത്. മണികണ്ഠൻ ഈ സന്തോഷ് സെൽവത്തിന്റെ ബന്ധുവാണ്. സന്തോഷ് സെൽവത്തിന്റെ ഭാര്യയുടെ അടുത്ത ബന്ധുവാണ് മണികണ്ഠൻ. ഈ സന്തോഷ് സെൽവത്തിന്റെ മാതാവിനെതിരെയും ഒപ്പം തന്നെ ഭാര്യയ്ക്കെതിരെയും കാമാച്ചിപുരത്തടക്കം തേനിയിലും ഒക്കെ തന്നെ നിരവധി മോഷണ കേസുകൾ ഉണ്ടെന്ന് കൂടി ഇപ്പോൾ പോലീസ് സംഘം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ തന്റെ ഭർത്താവും ഒപ്പം തന്നെ മകനുമായിട്ടുള്ള സന്തോഷിൽ നിരപരാധിയാണെന്ന് കാണിച്ചുകൊണ്ട് ഇവർ വന്നതൊരു നാടകമായിട്ടാണ് പോലീസിന് മനസ്സിലാക്കുന്നത്. ഒക്കെ തന്നെ ഇവരും പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. ഇനി ഇവരും ഈ മരട് വിട്ട് അല്ലെങ്കിൽ ഈ കുണ്ടന്നൂർ പാലത്തിന്റെ അവിടെ വിട്ട് എവിടേക്കും പോകരുത്, പോയാൽ പോലീസിനെ അറിയിക്കണമെന്ന് നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. പുന്നപ്രയിൽ മോഷണം നടത്തിയ പ്രതിയെ പറ്റിയുള്ള വ്യക്തമായ സൂചന പോലീസിന് ലഭിച്ചു കഴിഞ്ഞു. അതായത് പ്രതി ആരാണെന്ന് പോലീസിന് മനസ്സിലായിട്ടുണ്ട്. ആ പേര് വിവരങ്ങൾ പോലീസ് പുറത്തുവിടുന്നില്ല, അത് അന്വേഷണത്തെ ബാധിക്കുന്നത് കൊണ്ടാകാം. അതുകൊണ്ട് ഈ കാമാച്ചിപുരത്തേക്കടക്കം തമിഴ്നാട്ടിലേക്ക് ഈ 7 അംഗ സ്പെഷ്യൽ സ്ക്വാഡിലെ ഒരു സംഘം അങ്ങോട്ടേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. അങ്ങോട്ടേക്ക് നേരിട്ടെത്തി തിരച്ചിൽ നടത്താൻ പോവുകയാണ്. പുന്നപ്രയിൽ എത്തിയത് കുറുവാ സംഘത്തിന്റെ സീനിയർ ടീമാണെന്നാണ് ഈ അന്വേഷണ സംഘം മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇവർ പാലായിൽ മോഷണം നടത്തി പിടിയിലായിട്ടുണ്ടായിരുന്നു. അന്നും സന്തോഷ് സെൽവത്തിനൊപ്പമായിരുന്നു ഇവരുണ്ടായിരുന്നത്. സന്തോഷ് സെൽവം ഇവരും അടുപ്പക്കാരാണ്. ഇവർക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഹാഷ്മി.
ഓക്കെ. ശരി, അപ്പൊ കുറുവാസകത്തിലും സീനിയറും ജൂനിയറും ഒക്കെ ആണെന്ന് മനസ്സിലായല്ലോ. അതെ അതെ അതെ. അപ്പോ മനീഷ് മഹിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്. സീനിയർ എന്തായാലും മണികണ്ഠൻ ജൂനിയർ കുറുവയാണ് കണ്ടെത്താൻ തൽക്കാലം തെളിവൊന്നും ഇല്ല എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും അന്വേഷണം നടക്കട്ടെ. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മൾ പത്രത്തിലേക്ക് ഒന്ന് പോയാൽ പത്രത്തിൽ മനോരമ പത്രത്തിൽ പ്രത്യാശ മുനമ്പം എന്നാണ് തലക്കെട്ട്. മുസ്ലിം ലീഗും ലത്തീൻ സഭാ നേതൃത്വത്തിൽ ചർച്ച എന്ന് പറഞ്ഞാൽ നീക്കം വർഗീയത തടയാൻ എന്ന് പറയുന്നു. മുനമ്പം വിഷയം പരിഹരിക്കാൻ സജീവ ചർച്ച മുന്നോട്ടേക്ക് പോകും. അതിന്റെ ഭാഗമായി ലത്തീൻ സഭാ നേതൃത്വം മുസ്ലിം ലീഗുമായി കുഞ്ഞാലിക്കുട്ടിയുണ്ട്, സാദിഖ് അലി തങ്ങളുണ്ട്, അടക്കമുള്ളവർ ചർച്ച നടത്തി. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായുണ്ട്. അപ്പോൾ അടക്കമുള്ളവർ ചർച്ച നടത്തി എന്നുള്ളതാണ് അതിന്റെ ഒന്നാം പേജ് വാർത്ത. പിന്നെ ഹാഷ്മി, ഈ ബന്ധുക്കളുടെ ശരീര അധിക്ഷേപവും ഗാർഹിക പീഡനമാണ് എന്ന് കോടതിയുടെ ഒരു പരാമർശം വന്നിട്ടുണ്ട്, ഹൈക്കോടതിയുടെ. ഭർത്തൃബന്ധുക്കളുടെ ശരീരാധിക്ഷേപവും ഗാർഹിക പീഡനവും, ബോഡി ഷെയ്മിങ് ആര് ചെയ്തെന്ന് പറഞ്ഞാലും അത് അധിക്ഷേപം തന്നെയാണ്. പിന്നെ ഇന്ന് റേഷൻ കടയെടുപ്പ് സമരത്തെക്കുറിച്ചുണ്ട്. വീണ്ടും വെടിവെപ്പ്, യുവാവ് കൊല്ലപ്പെടുന്ന മണിപ്പൂർ വാർത്തയുണ്ട്. അകത്തെ പേരിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പാലക്കാട് വളരെ കാര്യമായി തന്നെ മനോരമ കൊടുത്തിരിക്കുന്നു. അതിനകത്ത് പാലക്കാട് കുട്ടിക്കലാശത്തിന് ശേഷം ഇത് എഡിറ്റോറിയലുണ്ട്. ഈ ഫയൽ മല എന്ന് കീഴടക്കും എന്ന ശരിയാവണ്ണമുള്ള എഡിറ്റോറിയലാണ്. വേണ്ടത്ര IAS ഉദ്യോഗസ്ഥരില്ലാത്തത് പല വകുപ്പുകളെ ബാധിക്കുന്നു എന്ന ഒരു തിരിച്ചറിവാണ്. കേരളത്തിൽ തൊഴിലില്ലായ്മ വീണ്ടും കൂടിയിട്ടുണ്ട് കേട്ടോ. എന്താ നോക്കിയേ, വീണ്ടും കൂടി എന്ന് പറയുന്നു. തൊഴിൽ വനിതാ പ്രാതിനിധ്യം കൂടി. ഇവിടെ ഏറ്റവും ഭയങ്കര രസമുള്ള ഒരു എഡിറ്റ് പേജ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ പാലക്കാട് ട്വിസ്റ്റ് എന്നുള്ളതാണ്. അതിനകത്ത് ഈ പറയുന്ന പ്രചാരണത്തിനിടെ പാലക്കാട് കണ്ട വിവാദങ്ങളും ട്വിസ്റ്റുകളും ഇടഞ്ഞിടത്തേക്ക് ഉറഞ്ഞുള്ളി കത്തിൽ കുത്ത് എന്നൊക്കെ പറഞ്ഞ രസകരമായ ഒരു ഓപ്പൺ അല്ലെങ്കിൽ എഡിറ്റ് പേജ് ആർട്ടിക്കിൾ കൂടിയുണ്ട്. അപ്പം നമ്മുടെ സമയം കഴിയാറായി, നമ്മുടെ മോർണിംഗ് വാക്കിന്റെ സമയം കഴിയാറായി.